ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ആദികവിയായ വാൽമീകി രചിച്ച രാമായണ കാവ്യം കാലാതിവർത്തിയായ ഉള്ളടക്കത്തിന്റെ ഗരിമയാൽ ഇന്നും പ്രസക്തമായി നിലകൊള്ളുകയാണ്. വാൽമീകിയെ ഈ കാവ്യരചനയ്ക്ക് പ്രാപ്തമാക്കിയത് രാമനാമത്തിന്റെ മന്ത്രമഹിമയാണ്. രാമനാമം അത്യധികം ശ്രേഷ്ഠമായ താരകമന്ത്രമാണ്. തരണം ചെയ്യിക്കുന്നത്, മറുകര കടത്തുന്നത്, ജീവിതസാഗരത്തിന്റെ മറുകര കടത്തുന്നത് ആയതുകൊണ്ട് രാമമന്ത്രം താരകമന്ത്രം എന്ന് സിദ്ധമാണ്. രാമമന്ത്രം ഉച്ചരിക്കുന്നത് കൊണ്ടാണ്, ദീർഘകാലം ഏകാഗ്രചിത്തനായി രാമനാമ മന്ത്രോച്ചാരണം നടത്തിയത് കൊണ്ടാണ് കാട്ടാളനായ രത്നാകരൻ കവിയായ വാൽമീകിയായി പരിണമിച്ചത്. രാമനാമത്തിൽ പ്രഭാവം നിമിത്തമായി രാമ ഞാൻ ഇങ്ങനെയായി ചമഞ്ഞതു എന്ന് വാൽമീകി തന്നെ രാമനോട് പറയുന്ന സന്ദർഭം നമുക്ക് അധ്യാത്മരാമായണം കിളിപ്പാട്ടിൽ കാണാൻ സാധിക്കുന്നുണ്ട്. രാമ എന്ന രണ്ടക്ഷരങ്ങൾ ഉച്ചരിക്കുന്നവനെ ജീവിത സാഗരത്തിന്റെ മറുകര കടത്തുന്നതാണ് ആ മന്ത്രാക്ഷരങ്ങൾ. രാ എന്ന ശബ്ദം എല്ലാ പാപങ്ങളെയും ഇല്ലാതാക്കാൻ പോകുന്നതാണ്. മാ എന്ന ശബ്ദം പുനഃപ്രവേശ ഭീത്യാതു, വീണ്ടും പാപങ്ങൾ നമ്മളിലേക്ക് പ്രവേശിക്കാതെ ഇരിക്കാനായി അതിനെ പ്രതിരോധിക്കാൻ പോകുന്നതാണ്. അപ്പോൾ ആളുകളെ പാപരഹിതമാക്കാൻ രാമനാമത്തിന്റെ വിശിഷ്ടമായ മന്ത്രോച്ചാരണം കൊണ്ട് സാധിക്കുന്നു എന്നർത്ഥം. ഈ രാമനാമത്തിന്റെ മഹിമ ശ്രീ പരമേശ്വരൻ പാർവതി ദേവിക്ക് ഉദ്ദേശിച്ചു കൊടുത്തതുമാണ്. ഇപ്രകാരം മുക്തിശാസന പ്രോക്തമായി ഉമാമഹേശ്വര സംവാദമായി ആവിർഭവിച്ചതാണ് രാമനാമ മഹിമയും സാക്ഷാൽ രാമായണ കാവ്യവും. ഇപ്രകാരമുള്ള രാമനാമത്തിന്റെ മന്ത്രവൈശിഷ്ട്യത്തിലൂടെയും രാമായണ കാവ്യത്തിന്റെ മാധുരിയിലൂടെയും ഈ കർക്കടക മാസത്തിന്റെ സായാഹ്നങ്ങളിൽ കണ്ണൂർ മീഡിയയോടൊപ്പം നമുക്ക് സഞ്ചരിക്കാം. ഹരേ രാമ. ശരി, പറയും എന്താ ഇങ്ങനെ പ്ലാൻ? കിച്ചൺ വർക്സും ഇന്റീരിയർ വർക്സും നമുക്ക് നല്ലൊരു ടീമിനെ ഏൽപ്പിക്കണം. പിന്നെ ഫർണിച്ചർ സുനിതയിൽ എടുക്കാം. അവിടെ ആകുമ്പോ എല്ലാ മോഡൽ ഫർണിച്ചറും അവൈലബിൾ ആണ്. മോഡേൺ വേണമെങ്കിൽ മോഡേൺ, ട്രഡീഷണൽ വേണമെങ്കിൽ ട്രഡീഷണൽ, ഇനിയിപ്പോ ഇമ്പോർട്ടഡ് ഫർണിച്ചർ വേണമെങ്കിലോ അതും സുനിതയിലുണ്ട്. ചേട്ടാ, ഫർണിച്ചർ സുനിതയെന്നാണെങ്കിൽ മോഡുലാർ കിച്ചണും ഇന്റീരിയർ വർക്സും അവരെ തന്നെ ഏൽപ്പിച്ചാ പോരെ? അതിനവർ ഇന്റീരിയർ വർക്സ് ഒക്കെ ചെയ്യുന്നുണ്ടോ? ഒരു വീടിന്റെ മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ്ഡ് ആൻഡ് എക്സ്പീരിയൻസ് ടീമും സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റും ഉണ്ട് സുനിതയ്ക്ക്. ഇപ്പോൾ ഏത് ജനറേഷന്റെയും ഫേവറേറ്റ് സുനിത ഫർണിച്ചർ.